Sometimes I feel that the greatest issue or the greatest problem with us is not that we do sins, we commit sin all the time. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, നമ്മളുടെ പ്രശ്നം പലപ്പോഴും നമ്മൾ പാപം ചെയ്യുന്നു എന്ന് മാത്രമല്ല. You see, I tend to say that sometimes the biggest issue that we face, that biggest issue in our lives is that we ignore this God of ours. അപ്പോൾ പാപം ചെയ്യുന്നു എന്നുള്ള പ്രശ്നത്തെക്കാളും നമ്മളുടെ ദൈവത്തെ നമ്മൾ ഗണ്യമാക്കാതിരിക്കുന്നു, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. Let's ask ourselves, just throughout the day, how many times do we really put God before us? നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഒരു ദിവസം 24 മണിക്കൂറിൽ നമ്മൾ എത്ര നേരം ഈ ദൈവത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്? I'm not just talking about I was thinking about God. ഇപ്പൊ ഞാൻ പറഞ്ഞത് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ പറ്റി അല്ല. I'm also meaning the fact that God is before us, and do we see him, and all that we do we do it in light of the God in front of us, or the God with us? അപ്പം ദൈവത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് മാത്രമല്ല, നമ്മൾ ദൈവത്തെ മുന്നിൽ കാണുന്നു, ആ മുന്നിൽ കാണുന്നത് കൊണ്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ നമ്മളെ എത്ര നേരം ജീവിക്കുന്നു? When we do our job, for instance, ഉദാഹരണത്തിന് നമ്മൾ നമ്മളുടെ ജോലി ചെയ്യുമ്പോൾ, do we put God before us? Do we sense that he is there, watching us in all that we do? ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണുന്ന ദൈവമുണ്ട് എന്ന് നമ്മൾക്ക് ഒരു ബോധ്യമുണ്ടോ? When we talk to someone in our workplace, do we sense that God is there hearing us what we say? നമ്മളുടെ ജോലി സ്ഥലത്ത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ദൈവം ആ കാര്യം കേൾക്കുന്നു എന്ന് ഉള്ള ഒരു ബോധ്യം നമ്മളെ ഭരിക്കുന്നുണ്ടോ? When we study something, do we have this thought in our mind, hey, I study with God by my side? നമ്മൾ എന്തെങ്കിലും പഠനം ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്, ആ ഒരു ബോധ്യം നമ്മൾക്കുണ്ടോ? My dear friends, God has opened our eyes that we can see him. പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തെ കാണുവാൻ തക്കവണ്ണം അവൻ നമ്മളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. Jesus Christ said, blessed are your eyes because you can see, and your ears because you can hear. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, എന്തെന്നാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാനും കേൾക്കാനും സാധിക്കുന്നു. Lord, we thank you that we can see. ദൈവമേ, ഈ ചില ആത്മീക കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you that we can hear. ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. The world does not hear you. ദൈവമേ, ഈ ലോകത്തിലുള്ള ആൾക്കാർക്ക് നിന്നെ കേൾക്കാൻ പറ്റുന്നില്ല. The world doesn't even know that you exist. നീ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പോലും ഈ ലോകത്തിലുള്ള ആൾക്കാർക്കില്ല. Or if they know, they are purposely ignoring the fact that you are there. അല്ലെങ്കിൽ ഇനി അറിയാമെങ്കിൽ പോലും നീ ഉണ്ടെന്ന് അവരെ നടിക്കുന്നില്ല. All the decisions are made just because of what they want to do. ഈ ലോകത്തിലുള്ള ആൾക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നത് അവർക്ക് എന്തോ ഇഷ്ടമുണ്ട്, അത് മാത്രം അവർ ചെയ്യുന്നു. You see, during this COVID season, ഈ കോവിഡ് കാലത്ത് at one time when it began, I thought to myself, well, all our church people, all of us have so much of time, at least something would happen now. അപ്പം ഞാൻ പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിച്ചു, എല്ലാവർക്കും തിരക്കേറിയ ആൾക്കാരാണല്ലോ, ഇനിയിപ്പോൾ അവർക്ക് സമയമുണ്ട്, ഇനിയിപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇതുവരെ ഒരു മീറ്റിങ്ങിലും പോകാത്തവരും ഒരു എക്സ്ട്രാ മീറ്റിംഗ് വരാത്തവർക്കും എല്ലാവർക്കും സമയം ഇഷ്ടം പോലുണ്ട്. But soon, as months went by, I realized that is not true actually. Just because we have time does not mean God is forced to work in us. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. അതായത് സമയം ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കണമെന്ന് അത്യാവശ്യമൊന്നുമില്ല. If people were like that, then all lazy people would be really walking with God. They have plenty of time, isn't they? Doing nothing. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും ഒത്തിരി ഫ്രീ സമയം കിട്ടിയല്ലോ. ഈ ചർച്ചിലെ ആൾക്കാരെല്ലാം ദൈവത്തോട് സംസാരിച്ച് അവർ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നേനെ. What I'm saying is lazy people, മടിയന്മാർക്ക് ഉണ്ടല്ലോ, പണ്ട് മുതലേ അവർക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചേ പറ്റൂ, ചിന്ത വരാൻ പാടില്ല. You see, it is not a matter of
it's not an issue of time primarily, my dear friends. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ഇതിനകത്ത് സമയമല്ല ഇതിനകത്തെ പ്രധാന വിഷയം. So the heading of my message is actually like this. മലയാളത്തിൽ കാണിക്കാമോ? മലയാളം ഉണ്ട്. Okay. This is the main heading of my message, the workings of God. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ. What is God doing in our lives? ദൈവം നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്? See, we had plenty of spare time, but I'm telling you, some of us did not really receive much from God. നമുക്ക് എക്സ്ട്രാ സമയമൊക്കെ ഉണ്ടായിരുന്നു പലർക്കും, എന്നാൽ ദൈവത്തിൽ നിന്ന് കാര്യമായിട്ടൊന്നും പ്രാപിച്ചില്ല. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Because certain things were not right inside us. എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഹൃദയത്തിനുള്ളില് ചില കാര്യങ്ങൾ ശരിയല്ല. Our heart was not prepared for us to begin to receive from God. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് നമ്മളുടെ ഹൃദയം ഒരുക്കമുള്ളതല്ലായിരുന്നു. He is not a debtor to anyone. ദൈവം ആർക്കും കടക്കാരനല്ല. He will not say, because now you have time, let me do something in your life. ദൈവം ഇങ്ങനെ പറയാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഇപ്പൊ സമയമുണ്ടല്ലോ, എന്നാ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും No, it doesn't work that way. ഇല്ല, അങ്ങനെയല്ല. God wants a prepared heart. ദൈവത്തിന് ഒരുക്കമുള്ള ഒരു ഹൃദയം വേണം. The soil of our heart has to be ready for God to work. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയമാകുന്ന ആ മണ്ണ്, അതില് ചില കാര്യങ്ങൾ നടന്നിരിക്കണം, അത് ഒരുക്കമുള്ളതായിരിക്കണം. No, I just want to pray for those who don't have jobs, by the way, because you see, I used to think if people have time, they will read the Bible the whole day, or pray the whole day. അപ്പം ഞാൻ ഈ സമയത്ത് ജോലിയൊക്കെ കിട്ടാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു, ഇപ്പം ജോലിയൊന്നും ഇല്ലാതെ ഫുൾ ഡേ സമയമുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ എപ്പോഴും അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Because for people like us, for people like me, you see, spending time with the scriptures, it can be for hours, because that's what God has deposited inside us, isn't it? എന്താണെന്ന് To വെച്ചാൽ teach ഇപ്പം and to preach. എന്നെ പോലുള്ള ആൾക്കാര് ഒരു ദിവസം കുറേ മണിക്കൂറുകൾ വേണമെങ്കിൽ വചനം വായിച്ച് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കാൻ, അങ്ങനെയൊക്കെ ദൈവം ചില കാര്യങ്ങൾ ഹൃദയത്തിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറ്റുന്നു. But I realize that is not the same with everyone. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നു എല്ലാവരുടെയും കൂടെ അങ്ങനെയല്ല. Because you see, God doesn't expect that to happen also, by the way. ദൈവം എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങനെ If പ്രതീക്ഷിക്കുന്നില്ല. not, He would not have told us to work and work with our hands and earn our living. He would have told us, oh, look, you just sit back and I'll just do some work in you. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് നിങ്ങളെ അധ്വാനിക്കണം എന്ന് പറയത്തില്ലായിരുന്നു. So what I realize is this COVID season actually is a curse in the sense it has put many people out of their jobs. ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ കോവിഡ് കാലം ഒരു കണക്കിന് ഒരു ശാപമാണ്. എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരുടെയും ജോലി നഷ്ടപ്പെട്ടു. And when we don't have a job, of course we cry out to God for help. അപ്പം ജോലി ഇല്ലാത്തപ്പോൾ നമ്മൾ ദൈവത്തോട് തീർച്ചയായിട്ടും നിലവിളിക്കും സഹായത്തിന് വേണ്ടി. But more than that, we need to work because that is God's calling on our lives. എന്താണെന്ന് വെച്ചാൽ അത് മാത്രം, എന്തായാലും നമ്മള് ജോലി ചെയ്തേ മതിയാകൂ, അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. Everyone doesn't have a call to teach and to preach. എല്ലാ വിശ്വാസികളെയും ദൈവം പഠിപ്പിക്കാനും വചനം പ്രസംഗിക്കാനും അല്ല So വിളിച്ചിരിക്കുന്നത്. please don't think that your calling to work is something less than the calling to preach and to teach. അതുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങളെ തന്നെ കൊച്ചായിട്ട് കാണരുത്. അയ്യോ, ചിലരെ ദൈവം വചനം ഘോഷിക്കാനൊക്കെ വിളിച്ചു, എന്നെ ജസ്റ്റ് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമേ വിളിച്ചിട്ടുള്ളൂ. If God called all of us to teach and preach, then I'm telling you we would have fights because we have a rota. We have to put a rota, isn't it? Preaching rota. We'll get only once a year we'll get a preaching session. നമ്മളെ ഇവിടെയുള്ള എല്ലാവരെയും ദൈവം വചനം പഠിപ്പിക്കാനും അതിനുവേണ്ടി വിളിച്ചായിരുന്നെങ്കിൽ പിന്നെ എല്ലാവർക്കും വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും പ്രസംഗിക്കാനായിട്ടുള്ള സമയം കിട്ടുന്നത്. I'm not saying you should not learn or should not teach. All that I'm saying is this, my dear friends. Work is definitely a calling that you have from God. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളാരും വചനം പഠിപ്പിക്കേണ്ടതൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവർത്തിക്കാൻ, ജോലി ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്നു. Please don't minimize the job that God has given you. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ജോലി, അതിനെ ഒട്ടും
താത്ത് It കാണരുത്. is your holy ground, the holy place that God has for you, my dear friends. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ജോലി സ്ഥലം അത് നിങ്ങളുടെ വിശുദ്ധ ഒരു സ്ഥലമാണ്. That's the place where God wants to do His work in you and through you. ആ സ്ഥലത്താണ് ദൈവം നിങ്ങളിൽ കൂടി ചില കാര്യം And ചെയ്യുവാനായിട്ട് if you ആഗ്രഹിക്കുന്നത്. don't have a job, I believe we need to pray for every one of our church members to get a job because we need to fulfill our calling. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചർച്ചിലെ ആർക്കൊക്കെ ജോലിയില്ല, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്നാലേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. Let's pray for people who are looking for jobs, my dear friends. Can I pray right now? ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സഭയിലെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് കിട്ടാതിരിക്കുന്നവർക്ക് വേണ്ടി. Oh Lord, I pray in the name of Jesus. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Every one of our church members who are looking for jobs, I pray that you would provide it for them because it is your will for their lives. ദൈവമേ, സഭയിൽ ജോലി തേടി അത് ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണല്ലോ അങ്ങേ അവർക്കൊരു ജോലി ലഭിക്കുന്നതാണല്ലോ അങ്ങയുടെ Lord, ഹിതം. it is not because they are lazy. കർത്താവേ, അവർ മടിയന്മാരായതുകൊണ്ടല്ല, It is not because they are not looking for a job. അവർ ജോലിക്ക് നോക്കാത്തത് കൊണ്ടല്ല. But we pray that you would have mercy on them and release the job so that they can work and earn a living and glorify you in their lives, O God. ദൈവമേ, അങ്ങ് അവർക്ക് വേണ്ടി ഒരു ജോലി റിലീസ് ചെയ്ത് കൊടുക്കണമേ. അങ്ങനെയാവുമ്പോൾ അവർ ആ ജോലി ചെയ്ത് അങ്ങയുടെ നാമം In the മഹത്വപ്പെടുത്തുവാനായിട്ട് name of ഇടയാക്കണമേ. Jesus, we ask and we receive from you, Lord. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിച്ച് ഇത് പ്രാപിക്കുന്നു. Amen. ആമേൻ. So to remind you of this verse, he who is double-minded will not receive anything from the Lord. വചനത്തില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇരുമനസ് ആയവർക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. Please don't come and tell me, Pastor, I'm not sure whether I want a job or not. I'm really not sure. Does God want me to work? Doesn't God want me to work? I don't know, Pastor. നിങ്ങൾ ഇങ്ങനെ എന്നോട് വന്ന് പറയരുത്, പാസ്റ്ററെ ഞാൻ ജോലി ചെയ്യണോ വേണ്ടായോ, എനിക്ക് തന്നെ ഒരു തിട്ടമില്ല. ഇങ്ങനെ ഇരുമനസ്സോടുകൂടി നിങ്ങളെ ആയിരിക്കരുത്. Bible is very clear. He who is double-minded will not receive anything from the Lord. ദൈവവചനത്തിൽ വളരെ വ്യക്തമാണ്, ഈ ഇരുമനസ്സുള്ള ആൾക്കാർക്ക് ദൈവത്തിൽ നിന്നൊന്നും ലഭിക്കത്തില്ല. So what are the workings of God that is happening in our lives today? ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത്? I'm going to give you in the form of go back please. I'm going to give you in the form of four headings, subheadings. Today we're going to look at something called forgiveness, from feelings to forgiveness. ഞാൻ ഈ വരുന്ന ആഴ്ചകളിൽ ഈ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൻ്റെ കീഴിൽ ഒരു പരമ്പരയായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം തോന്നലുകളിൽ നിന്ന് ക്ഷമയിലേക്ക്. I'll be sharing with you next week about from bondages to breakthroughs. അടുത്ത ആഴ്ച ബന്ധനങ്ങളിൽ നിന്ന് മുറിച്ചു കടക്കലിലേക്ക് എന്നുള്ള ഒരു തലക്കെട്ടിലുള്ള സന്ദേശമായിരിക്കും. Let's look at this for today, please. എന്നാൽ ഇന്ന് ഈ ഒരു തോന്നലുകളിൽ നിന്ന് ക്ഷമയിലേക്ക് എന്നുള്ള തലക്കെട്ടിലുള്ള സന്ദേശം this may be the most important thing that is hindering the work of God in our lives during this COVID season. ഈ കോവിഡ് സമയത്ത് പലരുടെയും ജീവിതത്തിൽ വലിയ തടസ്സമായിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. Maybe this is what God wants us to meditate on day and night. ഒരുപക്ഷേ ഈ ഒരു കാര്യമായിരിക്കും രാപ്പകൽ നമ്മൾ ധ്യാനിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. Because you see, God's forgiveness is the biggest stepping stone to life. എന്താണെന്ന് വെച്ചാല് ദൈവത്തിന്റെ പാപക്ഷമ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും വലിയ കല്ല്. Without that we have nothing. അതില്ലാതെ നമുക്കൊന്നുമില്ല. All our efforts to play religion നമ്മളെ എത്ര മതപരമായിട്ട് കളിക്കാൻ നോക്കിയാലും and trying to please God അത് ദൈവത്തെ എത്ര മാത്രം നമ്മൾ അങ്ങ് പ്രസാദിപ്പിക്കാൻ നോക്കിയാലും will be in vain if you are not absolutely sure about this one point. ഈ ഒരു പോയിന്റില് നമുക്ക് ഉറപ്പില്ലെങ്കിൽ ബാക്കിയെല്ലാം ചുമ്മാതാണ്. Has God forgiven you or not? ചോദ്യം ഇതാണ്, ദൈവം നിങ്ങളെ ക്ഷമിച്ചിട്ടുണ്ടോ ഇല്ലയോ? Are you boasting about your forgiveness? നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച പാപക്ഷമയിൽ നിങ്ങൾ പ്രശംസിക്കുന്നുണ്ടോ? This word should make our hearts leap. ദൈവത്തിൽ നിന്നുള്ള ക്ഷമ ലഭിച്ചെന്നുള്ള കാര്യം നമ്മളെ സന്തോഷത്തിൽ തുള്ളിച്ചാടണം. What better word to hear from the God of heaven?
സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ഇതിലും വലിയ കാര്യം നമുക്ക് കേൾക്കാനായിട്ടുണ്ടോ പ്രിയമുള്ളവരെ? It's a word that opens out the doors of heaven to us, my dear friends. നമ്മൾക്ക് ദൈവം നമ്മളെ ക്ഷമിച്ചു എന്നുള്ള കാര്യം സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കുന്നത് പോലെയാണ്. They brought a paralyzed man down for Jesus Christ to heal. യേശുക്രിസ്തു ഉണ്ടായിരുന്ന കാലത്ത് ഒരു പക്ഷപാതക്കാരനെ മേൽക്കൂര മാറ്റി താഴോട്ട് കൊണ്ടുവന്നു. They did not know what was his real need. അദ്ദേഹത്തിന്റെ ആ പക്ഷപാതക്കാരന്റെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് ആൾക്കാർക്ക് All അറിയത്തില്ല. that they knew was our friend should be healed. അവരെ സംബന്ധിച്ച് അവർ ചിന്തിച്ചത് ആ പക്ഷപാതക്കാരന് സൗഖ്യം വേണം. But Christ knew there was something far more important that he needed. പക്ഷേ ക്രിസ്തുവിന് അറിയായിരുന്നു ആ സൗഖ്യത്തിനെക്കാട്ടിലും കൂടുതൽ അദ്ദേഹത്തിന് വേറെ ചില And he did not say that to everyone who came to him, by the way. Jesus Christ did not say that to everyone who came to him. യേശുവിന്റെ അടുക്കൽ ആര് വന്നാലും യേശു ആദ്യമേ ഒരു ഡയലോഗ് പോലെ ഇങ്ങനെ പറയത്തില്ലായിരുന്നു. You see, he healed all those who came to him, my dear friends. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ അടുക്കൽ വന്ന എല്ലാവരെയും അദ്ദേഹം But he സൗഖ്യമാക്കി. did not say this word to everyone who came to him. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു അവനെ സൗഖ്യമാക്കിയ എല്ലാവരോടും നിങ്ങളുടെ പാപം ഞാൻ ക്ഷമിക്കുന്നു എന്ന് We പറഞ്ഞിട്ടില്ല. don't even know the reason why he did not say that to everyone. യേശു എല്ലാവരോടും അങ്ങനെ എന്തിനു പറഞ്ഞില്ല എന്ന് നമുക്ക് അതിന്റെ കാരണം But only അറിയില്ല. one thing we know, my dear friends. എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ ഒരു കാര്യം അറിയാം, That same word whom he sent to that paralyzed man ആ പക്ഷപാതക്കാരനോട് യേശു പറഞ്ഞ അതേ വാക്യം is the same word he is sending to us today. He has already sent to us today, my dear friends. ഇന്ന് അതേ വാക്കാണ് ദൈവം നമ്മളുടെ അടുക്കലേക്ക് അയക്കുന്നത്. Your sins are forgiven you. Go in peace. നിങ്ങളുടെ പാപം ഞാൻ ക്ഷമിച്ചേക്കുന്നു, നിങ്ങൾ സമാധാനത്തിൽ മടങ്ങിപ്പോവുക. They were shocked when they heard this statement. ഇത് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. Who is this man who could say such things? ഇങ്ങനെ പാപം ക്ഷമിക്കുന്നു എന്ന് പറയാനായിട്ട് ഇയാൾ Who but God can say this kind of things? ഈ കാര്യം ദൈവം അല്ലാതെ വേറെ ആർക്കിങ്ങനെ പറയാൻ സാധിക്കും? You know what Jesus Christ told them? യേശു അവരോട് എന്താ പറഞ്ഞെന്നറിയാമോ? That you may know that the Son of Man has authority on earth to forgive sins. മനുഷ്യപുത്രന് ഭൂമിയിലെ പാപം ക്ഷമിപ്പാനുള്ള അധികാരം ഉണ്ടെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് അന്ന് യേശു പറഞ്ഞു. Oh my Lord Jesus. ഓ കർത്താവായ യേശുവേ, You send this word to that paralyzed man. അന്ന് ആ പക്ഷപാതക്കാരനോട് അങ്ങ് ഈ ഒരു വാക്ക് പറഞ്ഞു. He didn't even ask for it. നമ്മൾ നോക്കുമ്പം പക്ഷപാതക്കാരനെ ചോദിച്ചു പോലും His ഇല്ല. friends didn't ask that for him. അപ്പം His friends didn't ask that for him. അദ്ദേഹത്തിന്റെ കൂടെ വന്ന സുഹൃത്തുക്കളെ ചോദിച്ചില്ല. The first words he spoke to them was this: Son, your sins are forgiven you. യേശു പറഞ്ഞത്, മകനെ നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. See, my friends, this is much more important than we realize. നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലൊക്കെ അപ്പുറം പ്രാധാന്യമുള്ള കാര്യമാണിത്. Modern Christianity has tried to minimize the role of forgiveness in our lives, my dear friends. ഇന്നത്തെ കാലത്ത് പല വിശ്വാസികളും ഈ ഒരു കാര്യം ഇന്നത്തെ കാലത്ത് ആധുനിക കാലത്ത് പലരും ഈ ഒരു കാര്യത്തെ അങ്ങ് ചെറുതാക്കി കാണുന്നു. But see, this is the most important thing that we need to work with. Just think of, for instance, two friends separated for years, two very close friends separated for years, not talking to each other. ഈ കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ഒന്ന് ഓർത്തു നോക്കുക, രണ്ട് സുഹൃത്തുക്കൾ, അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ എന്തോ കാരണത്താലെ അവരെ അങ്ങ് ദൂരെയായി പോയി. For years they are carrying the pain. If only I could talk to this friend of mine. വർഷങ്ങളായിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ അവർ വേദനിക്കുന്നു. അയ്യോ, എൻ്റെ ആ സുഹൃത്തിനോട് എനിക്കൊന്ന് സംസാരിച്ചാൽ. But for years they can't bring themselves to say a simple word, please forgive me. എന്നാൽ വർഷങ്ങളായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള കാര്യം ചോദിച്ചാൽ മതിയായിരുന്നു, എന്നോട് ക്ഷമിക്കണമേ. I'm reminded of a far relative of Wilsey recently. ഞാൻ വിൽസിയുടെ ഒരു ബന്ധുവിനെ പറ്റി ഞാനിപ്പോൾ ഓർത്തു His പോകുന്നു. name is Ricky Sam Abraham, a doctor, ENT specialist. അദ്ദേഹം ഒരു ഡോക്ടർ, ENT സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു, റിക്കി സാം എബ്രഹാം. Young man full of life, traveling all over the world, making money. അദ്ദേഹം ഒരു യുവാവ്, വളരെ പ്രഗത്ഭനായ ഒരാളായിരുന്നു, വളരെ
പണം സമ്പാദിക്കുന്നു, വളരെ ലോകത്തിൽ പലയിടത്ത് സഞ്ചരിക്കുന്നു. Suddenly he found that he has something called living sarcoma at the age of 35 or 38 years old he was. പക്ഷേ 35-38 വയസ്സ് ആ പ്രായത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് ഒരു ബോൺ എല്ലിന്റെ He ക്യാൻസർ. thought he could overcome this disease. അവൻ തുടക്കത്തിൽ അദ്ദേഹം ചിന്തിച്ചു, കുഴപ്പമില്ല, നമുക്ക് ഇത് മറികടക്കാം. The oncologist advised him for 17 doses of chemotherapy. ഈ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ 17 കോഴ്സ് എടുക്കണം. He finished 16 core doses of chemotherapy. അപ്പം കീമോതെറാപ്പിയുടെ 16 സൈക്കിൾ Just about to come out of the last one. അത് പിന്നെ അവസാനത്തെ ഒരു സൈക്കിളൂടെ ബാക്കിയുണ്ടായിരുന്നു. I made it through, I've come through, I'm going to go back to normal. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞു, ഞാൻ ഇനി നോർമൽ ഒരു ഇതിലേക്ക് പോകാൻ പോവാണ്. After the 16th dose, suddenly one night he got severe pain in his back. ഈ 16 ഡോസ് സൈക്കിൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് നടുവിന് വേദന. Couldn't control it. Doctor said maybe it is something else. Let's just do a scan anyhow. അപ്പൊ എന്തായാലും ഡോക്ടറിന്റെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു, എന്നാ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. Doctor said, I've got some very sad news for you, my dear Ricky. അപ്പൊ ഡോക്ടർ റിക്കിയോട് പറഞ്ഞു, അയ്യോ, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. Even after this heavy dose of chemo, it has spread to the back, it has spread to the liver, it's all over your body. You have very few days to live. ഇത്രയൊക്കെ കീമോ എടുത്തിട്ടും ഈ ക്യാൻസർ വളരെ അത് സ്പ്രെഡായി ഇതിൻ്റെ എല്ലിലും ഇതിൻ്റെ ലിവറിലും എല്ലായിടത്തും കൊണ്ട് ഇനി നിനക്ക് ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ. You know what Ricky thought to himself when he heard that? അത് കേട്ടപ്പോൾ റിക്കി എന്തുവായിരുന്നു ചിന്തിച്ചതെന്നറിയാമോ? He knew he was going to die. He knew that there was not much hope anyhow. റിക്കിക്ക് മനസ്സിലായി ഇനിയും ഒത്തിരി ദിവസങ്ങളൊന്നും ഇല്ല, ഏതായാലും മരിക്കാൻ പോവാണ്. But the first thought that came to his mind was this. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യത്തെ ചിന്ത വന്നത് എന്താണെന്ന് My അറിയാമോ? wife left me 2.5 years back because of my pride and my ego. We fought and she had to leave the home. അദ്ദേഹം ഓർത്തത് ഇതാണ്, 2.5 വർഷം മുമ്പ് പുള്ളിക്കാരൻ്റെ ഭാര്യ പുള്ളിയെ വിട്ടുപോയി. അതിൻ്റെ പ്രധാന കാരണം ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരവും ഇദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും മൂലം. I want to ask her for forgiveness. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, അയ്യോ, ഞാൻ എൻ്റെ ഭാര്യയോട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. He called her and her father to his home. അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനെയും ഭവനത്തിലേക്ക് He വിളിച്ചു. told the girl's father. അദ്ദേഹം ഈ ഭാര്യയുടെ അച്ഛനോട് I ഇങ്ങനെ am not പറഞ്ഞു, saying this because I want you to send your daughter back to me. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മകളെ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടി അല്ല ഞാൻ ഈ ക്ഷമ ചോദിക്കുന്നത്. I beg of forgiveness because I want to be reconciled to my wife. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ക്ഷമ ചോദിക്കുന്നത് എൻ്റെ ഭാര്യയോട് ഞാൻ നിരപ്പിലാകാൻ ആഗ്രഹിക്കുന്നു, ആ ഒരു കാരണത്താൽ മാത്രമാണ്. You see, he asked forgiveness from her also. അപ്പം അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും ക്ഷമ ചോദിച്ചു. And she gladly came back to stay with him. ക്ഷമ ചോദിച്ചപ്പം ആ ഭാര്യ അവളുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് തിരികെ ഈ ഭർത്താവിൻ്റെ കൂടെ വന്ന് ജീവിക്കാൻ തുടങ്ങി. He died just 2 months ago. 2 മാസം മുമ്പാണ് ഈ റിക്കി മരിച്ചത്. But you see, I think the biggest thing that he would have thought is, I received forgiveness. പക്ഷെ റിക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണ്? അദ്ദേഹത്തിന് ക്ഷമ ലഭിച്ചു. It's that big, my dear friends, it's that big. ഇത് വലിയൊരു കാര്യമാണ് പ്രിയമുള്ളവരെ, വലിയൊരു കാര്യമാണ് ക്ഷമ ലഭിക്കുക എന്ന്. You see, I'm calling out to all those of you today. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ കാര്യം വിളിച്ചു പറയുന്നു. Those of you who are not sure that your sins are forgiven. നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടെന്ന് തീർച്ചയല്ലാത്ത എല്ലാവരും At any time, you're not sure. നിങ്ങൾക്ക് എന്തുകൊണ്ടോ നിങ്ങൾക്കൊരു ഉറപ്പില്ല നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ട് കിട്ടിയെന്ന്. But I'm also calling out for those who know they are forgiven. എന്നാൽ വേറെ ചിലര് ഞങ്ങളുടെ പാപം ഞങ്ങൾക്ക് ക്ഷമിച്ച് കിട്ടി എന്ന് ഉറപ്പുള്ളവരും But they are struggling as to how to maintain an ongoing forgiveness with God. അപ്പൊ ചില ആൾക്കാർക്ക് പാപക്ഷമ കിട്ടിയെന്ന് ഉറപ്പില്ല. വേറെ ചില ആൾക്കാർക്ക് ആദ്യമേ പാപക്ഷമ കിട്ടി, പക്ഷെ ആ പാപക്ഷമയിൽ മുന്നോട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് ദൈവവുമായിട്ട് ബന്ധത്തിൽ പോകാൻ അവർക്ക് പറ്റുന്നില്ല. The biggest problem, my dear friends, is not that God is unwilling to forgive. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ പ്രശ്നം ദൈവം ക്ഷമിക്കാൻ തയ്യാറല്ല, അതല്ല.
The biggest problem is that we do anything but cry out for forgiveness. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ചെയ്യാൻ തയ്യാറാ, പക്ഷെ നമ്മൾ ക്ഷമ ദൈവത്തോട് ചോദിക്കാൻ തയ്യാറല്ല. From the heart, ഹൃദയത്തിൽ നിന്ന് ക്ഷമ ചോദിക്കാൻ തയ്യാറല്ല. genuine repentance. യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം. Let's look at one man called Esau. ഏശാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. A few verses, can someone quickly read please from Hebrews? എബ്രായർക്ക് എഴുതിയ ലേഖനം അതിലെ 12-ാം അധ്യായം Chapter 12 and verse 15 to 17. അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. You know the story about Esau, most of you, isn't it? നിങ്ങളിൽ പലർക്കും ഏശാവിന്റെ ആ സംഭവ കഥ He and his അറിയായിരിക്കും. brother Jacob, ഏശാവും ഏശാവിന്റെ സഹോദരൻ യാക്കോബും right from their youth, they were always fighting with each other, isn't it? അവര് കൊച്ചിലെ മുതലേ തമ്മിലടിയായിരുന്നു. And one day Esau was very hungry, thirsty, and he came running from his work and he said, "Oh, give me something to eat." ഒരു ദിവസം ഏശാവ് ജോലിയൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് വളരെ ക്ഷീണിച്ചിരിക്കുമായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു, അയ്യോ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. I'm surprised he went to Jacob. I'm surprised that Jacob asked him such an audacious question, isn't it? He asked him, "Give me a birthright, I will give you some food." അപ്പം അദ്ദേഹം യാക്കോബിനോട് ഭക്ഷണം ചോദിച്ചു. അപ്പൊ യാക്കോബ് തിരിച്ചു ചോദിച്ച ചോദ്യം അതൊരു ഭയങ്കര ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠാവകാശം നീ എനിക്ക് താ. What a brazen thing to ask. I think Jacob was much more wicked than Esau in a way, isn't it? ഒരു കണക്കിനെ നോക്കിയാല് ഈ ഏശാവിനെക്കാട്ടിലും ഭയങ്കരനായിരുന്നു ഈ യാക്കോബ്. But anyhow, the Bible says like this, you see. Can you read that version, please? 15 മുതൽ 17 വരെ ഒന്ന് വായിച്ചാട്ടെ. Mic on നോക്കിക്കേ. Okay. Sunil, okay, no. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും അല്ല, കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും അത് ദുർനടപ്പുകാരനോ ഒരു ഊരിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവേൻ. Thank you. You see, now ഒരു ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആ ജ്യേഷ്ഠാവകാശം അദ്ദേഹം അങ്ങ് കളഞ്ഞു. oh, how many of us, isn't it, for the things of this world, we give away so many glorious eternal things of eternal value. നമ്മളിലും എത്ര പേര് ദൈവത്തിന്റെ ആത്മീയ കാര്യങ്ങള് ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ അത് വിട്ടു. I want to marry this boy. I want to marry this girl. ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നു, എനിക്ക് ഈ പയ്യനെ കല്യാണം കഴിക്കണം, അല്ലെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കണം. Why? എന്തിന്? Because when I see him, my heart just tumbles over. ഞാൻ ആ ആളിനെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തില് വളരെ അതിന്റെ അടിപ്പ് കൂടുന്നു. I can't live without him. I can't live without her. എനിക്ക് അദ്ദേഹം ഇല്ലാതെ അല്ലെ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. I want him now. എനിക്ക് ഇപ്പം വേണം ആളിനെ. Next day, the shocked parents find that the daughter is missing from home. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ മാതാപിതാക്കൾ നോക്കുമ്പോൾ അവരുടെ മകളെ വീട്ടിലില്ല. My dear friends, പ്രിയമുള്ളവരെ, so easy to want things and forget there are much more glorious things that God has for us. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിന്റെ ചില കാര്യം പ്രാപിക്കാനായിട്ട് ആത്മീയ കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നു, വലിച്ചെറിയുന്നു. I want this job. എനിക്ക് ഈ ജോലി വേണം. Soon you find out that they're asking you to do all kinds of compromising things. ആ ജോലി വേണം, പക്ഷെ ആ ജോലി കിട്ടിയാൽ അതിനകത്ത്
നമുക്ക് ദൈവത്തിന്റെ നിലവാരത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, പല കുഴപ്പങ്ങളും കാണിക്കേണ്ടി വരും. I don't care because I want to have a job right now. പക്ഷേ ആ വ്യക്തി പറയുന്നു, അല്ല എനിക്ക് അതൊന്നും നോക്കണ്ട, എനിക്ക് എന്തായാലും ഒരു ജോലി വേണം, അത്രേ ഉള്ളൂ. Very interesting, isn't it? But Esau finally cried. When he one day came and cried out for change. പക്ഷേ ഏശാവിന് പിന്നെ വിഷമം തോന്നി, അദ്ദേഹം കരഞ്ഞു. Because he lost the blessing that was supposed to come to him. അവന് കിട്ടേണ്ടിയ അനുഗ്രഹം അവന് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവൻ നിലവിളിച്ച് കരഞ്ഞു. See, we would have thought that God would have blamed Jacob because he cheated. He and his mother Rebecca cheated Esau, isn't it? നമ്മൾ ആ കഥ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം യാക്കോബിനോട് ദേഷ്യപ്പെട്ടു പെടണമായിരുന്നു, അല്ലെ യാക്കോബിന്റെ അമ്മ റെബെക്കായോട് ദേഷ്യപ്പെടണമായിരുന്നു. But the sad thing here, my dear friends, is that he cried, he begged for his father, give me a blessing also. അദ്ദേഹം കരഞ്ഞ് അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞു, എനിക്കൂടെ അങ്ങ് അനുഗ്രഹം നൽകണം. You see, but it was not real repentance. പക്ഷേ അങ്ങനെ അവൻ കരഞ്ഞ് പറഞ്ഞിട്ടും അത് യഥാർത്ഥമായിട്ടുമുള്ള മാനസാന്തരമല്ലായിരുന്നു. If he had repented even there, maybe God would have given him a blessing as well. ഒരുപക്ഷേ ഏശാവ് യഥാർത്ഥമായിട്ടും മാനസാന്തരപ്പെട്ടായിരുന്നെങ്കിൽ ദൈവം അവനെ അനുഗ്രഹിച്ചേനെ. But how do we know that he was not properly repenting? ഏശാവ് യഥാർത്ഥമായിട്ടും മാനസാന്തരപ്പെട്ടില്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാം? The moment he did not get the blessing, he got angry and decided to kill Jacob. അവൻ അനുഗ്രഹം കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോൾ അവന് ഉടനെ അവൻ്റെ സഹോദരനോട് ദേഷ്യപ്പെട്ട് അവനെ കൊല്ലാനായിട്ട് പോയി. My dear friends, sad to say this is the condition for many of us. പ്രിയമുള്ളവരെ, ദുഃഖപരമായിട്ടുള്ള കാര്യം നമ്മളിലും പലരും ഈ ഒരു പ്രശ്നത്തിലാണ്. We think we are confessing, we think we are repenting. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഏറ്റുപറയുന്നു, നമ്മൾ മാനസാന്തരപ്പെടുന്നു. The moment things doesn't turn out our way, പക്ഷേ കരയുന്നു, മാനസാന്തരപ്പെടുന്നു, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യം നടക്കുന്നില്ല എങ്കിൽ immediately our mind changes. പെട്ടെന്ന് നമ്മുടെ മനസ്സ് We get angry. നമ്മൾ ദേഷ്യപ്പെടുന്നു. So I'm scared to call people to church today nowadays, my dear friends. ഈയിടെയായിട്ട് ആൾക്കാരെ സഭയിലോട്ട് ക്ഷണിക്കാൻ എനിക്ക് ഇത്തിരി പേടിയാണ്. Don't get me wrong, because you see, they may have some expectations when they come. We tell them, just come, oh, this will happen, that will happen. We give them all kinds of things, isn't it? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആൾക്കാർ വരുമ്പം അവർ പല പ്രതീക്ഷകളോടുകൂടിയാണ് വരുന്നത്. And then when they don't get it their way, പക്ഷേ അവർ പ്രതീക്ഷിക്കുന്ന കാര്യം അവർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അവർ you know how many people have got angry with us and left this church? നിങ്ങൾക്കറിയാമോ എത്ര പേര് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് ഈ സഭ വിട്ടിട്ടുണ്ടെന്ന്? You think that was genuine repentance? യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം അവർക്കുണ്ടായിരുന്നു എന്നാണോ? You think they came to church because they were really wanting to change? യഥാർത്ഥമായിട്ടും ദൈവമുമ്പാകെ മാനസാന്തരപ്പെട്ട് വ്യത്യാസപ്പെട്ടാണോ അവർ കർത്താവിലേക്ക് ഈ സഭയിലേക്ക് വന്നത്? How many times we have done this, my dear friends? എത്ര പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ? A husband goes to the wife and says, please forgive me. ഭർത്താവ് ഭാര്യയുടെ അടുത്ത് പോയിട്ട് പറയുന്നു, എന്നെ ക്ഷമിക്കണമേ. Wife says, അപ്പം ഈ ഭാര്യ ഇത് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് അങ്ങോട്ട് നടക്കുന്നു. കുറച്ച് നാളൊന്ന് കഴിയട്ടെ, ഞാനത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കും. What the husband says immediately? അപ്പം ഇത് കേൾക്കുമ്പോൾ ഭർത്താവിന് ദേഷ്യം വരും. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ ഇങ്ങനത്തെ ആളാ. You are like this. You will never change. നീ അങ്ങനെയുള്ളവളാടി, നീ ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് എനിക്ക്. I tried to change. ഞാനൊന്ന് വ്യത്യാസപ്പെട്ട് Now വരുവായിരുന്നു. look at what you are doing. പക്ഷെ കണ്ടില്ലേ നീ എന്താണ് Who ചെയ്യുന്നത്? is better, you or me? നീയാണോ നല്ലത്, ഞാനാണോ നല്ലത്?
സംഭവിക്കാറുണ്ടില്ലേ? Oh, how we lift up our goodness during those times. ഓ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മുടെ നന്മയെ എത്രമാത്രം I was the one who came to you first. You didn't even come to me. എടി, ഞാനല്ലേ നിന്റെ അടുത്തോട്ട് ആദ്യം വന്നത്, നീ എൻ്റെ അടുത്തോട്ട് വന്നോ? ഇല്ലല്ലോ. And even now, look at your face. ഇപ്പോഴും നിന്റെ മോന്ത കണ്ടില്ലേ? Did a dog scratch you or what? പട്ടി വന്ന് നിന്റെ മുഖത്ത് മാന്തിയോ? Oh, all kinds of words come out from us automatically, isn't it? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ പല വാക്കുകൾ വായിൽ നിന്ന് വരുന്നു. You know why? എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമോ? We were doing what Esau was doing. ഏശാവ് അന്ന് ചെയ്തതുപോലാണ് ഇന്ന് ചെയ്യുന്നത്. You see, you must have heard this statement before many times, isn't it? ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു പ്രസ്താവന നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും. The only way we can forgive someone is from the heart, is when we know how much God forgave us. ദൈവം നമ്മളെ എത്രമാത്രം ക്ഷമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവരെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാൻ സാധിക്കത്തുള്ളൂ. A very true statement. ഇതൊരു ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു But you see, പ്രസ്താവനയാണ്. most of us have not really opened up that statement and found out what it is really saying. എന്നാൽ ആ ഒരു പ്രസ്താവന അത് നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. എന്നാൽ അത് യഥാർത്ഥമായിട്ടും എന്താണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ പലരും നോക്കിയിട്ടില്ല. I can forgive somebody only when I realize how much God has forgiven me. True. ദൈവം എത്രമാത്രം എന്നെ ക്ഷമിച്ചു എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എനിക്ക് വേറെ ഒരാളെ ശരിയായിട്ട് ക്ഷമിക്കാൻ സാധിക്കത്തുള്ളൂ. അത് ശരിയാണ്. When we see hell one day, we will say, "Oh God, I thank you that you forgive me because I was supposed to be there." നമ്മൾ നരകത്തെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ നന്ദി, എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ആയിരിക്കേണ്ടതായിരുന്നു, പക്ഷെ നീ എന്നെ രക്ഷിച്ചല്ലോ. But how can it be real today, that statement? അത് അവസാനം നമുക്കത് മനസ്സിലാവും, പക്ഷെ ഇന്ന് ആ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. There are very few people who understand God's forgiveness enough for them to say, "I should forgive because God forgave me." ദൈവത്തിന്റെ ആ നമ്മൾക്ക് ലഭിച്ച പാപക്ഷമ ശരിയായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വേറെ ഒരാളോട് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ഓക്കെ നീ എന്നെ എതിരെ പാപം ചെയ്തു, പക്ഷെങ്കിൽ ഞാൻ നിന്നെ ക്ഷമിക്കുന്നു, എന്നാൽ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. See, these believers know they are saved. വിശ്വാസികൾക്കൊക്കെ അറിയാം അവരെ രക്ഷിക്കപ്പെട്ടതാണ്. But the reality of God's forgiveness, my dear friends, is not really sunk into most of us. പക്ഷേ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു, നമ്മളുടെ പാപം ക്ഷമിച്ചു എന്നുള്ള ആ യാഥാർത്ഥ്യം അവരുടെ ഹൃദയത്തിനകത്തോട്ട് കയറിയിട്ടില്ല. Let me tell you two things, my dear friends. ഞാൻ രണ്ട് കാര്യം എടുത്തു പറയട്ടെ. First of all, do you realize how much pain we have brought to God when we ignored Him all this while? ഒന്നാമതായിട്ട്, ഇത്രയും നാള് ദൈവത്തെ അവഗണിച്ച് നടന്നതുകൊണ്ട് ദൈവത്തിനെ നമ്മൾ എത്രമാത്രം മുറിവേൽപ്പിച്ചു എന്ന് നമുക്ക് ദുഃഖിപ്പിച്ചു എന്ന് നമുക്ക് ബോധ്യമുണ്ടോ? Have you ever thought how much grief God carries just because man, his own creation, turned his back to God? ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ നിന്ന് വേറെ ഒരു ദിശയിലേക്ക് പോയപ്പോൾ ദൈവത്തിന് എത്രമാത്രം ദുഃഖം വന്നായിരുന്നു എന്ന് നിങ്ങൾക്ക്, അല്ലെ നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ എത്രമാത്രം ദുഃഖം വന്നെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? Paul says, "I have constant grief in my heart when I think of my brothers Israel." പൗലോസ് പറയുന്നു, എൻ്റെ ചർച്ചക്കാരായ ഇസ്രായേലിലെ ആൾക്കാരെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വേദന കൊണ്ട് നിറയുന്നു. What did God say about us? ദൈവം ഈ യഹൂദന്മാരെ അല്ലെ ഞങ്ങളെ കുറിച്ച് എന്തുവാ പറഞ്ഞത്? Even a dog knows his master, donkey knows its master, isn't it? ഈ ഒരു കഴുതയ്ക്ക് അതിന്റെ യജമാനനെ അറിയാം. And my people have forgotten me. പക്ഷേ എൻ്റെ ജനം എന്നെ മറന്നുപോയിരിക്കുന്നു. You see, out of great grief, God still forgave us.
ഈ വളരെയധികം ദുഃഖം ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ദൈവം നമ്മളെ ക്ഷമിച്ചു. So every time you forgive somebody, my dear friends, അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും വേറെ ഒരാളെ ക്ഷമിച്ചെങ്കിൽ, remember, it's not because it's easy. അത് വളരെ എളുപ്പമായതുകൊണ്ടല്ല. You may have had great pain. ഒരുപക്ഷേ നിങ്ങൾക്ക് വളരെ ഹൃദയത്തിൽ വേദന ഉണ്ടായിരിക്കാം. How could he did this to me? How could she do this to me? അയ്യോ, പുള്ളിക്ക് എന്നോട് എങ്ങനെ ചെയ്യാൻ സാധിച്ചു, അല്ലെ അവൾക്ക് എന്നോട് എങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. It's not easy at all, my dear friends. ഈ ക്ഷമിക്കുന്നത് ഒട്ടും ഈസി അല്ല. But out of that grief, just because God decided to forgive us while we were still sinners, turning our backs to Him. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ, നമ്മൾ അവനിൽ നിന്ന് ദൂരെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ദൈവം അവന്റെ ഹൃദയത്തിൽ വളരെ ദുഃഖമുണ്ടായിട്ടും നമ്മളോട് ക്ഷമിച്ചത്. How can we not forgive when we see, oh God, how did you forgive us? ഈ ദൈവം നമ്മളുടെ ഇത്രമാത്രം പാപം ക്ഷമിച്ചെന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ പാപം ക്ഷമിക്കാതിരിക്കും? There's another point we need to see here. ഇവിടെ വേറൊരു പോയിന്റ് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. There is this verse in Psalms 32 and verse 5. 32-ാം അധ്യായം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിലെ എങ്ങനെ പറയുന്നു? It says, I acknowledge my sin to you and my iniquity I did not hide. I said, I will confess my transgressions to the Lord, and you forgave the guilt of my sin. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുകയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. You forgave the guilt of my sin. അവിടെ എഴുതിയിരിക്കുന്നത്, എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. Oh, do you know, my dear friends, how much guilt can cause trouble in our lives? നിങ്ങൾക്കറിയാമോ പ്രിയമുള്ളവരെ, നമ്മൾ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന്റെ കുറ്റം നമ്മളെ എത്രമാത്രം നമ്മുടെ ഉള്ളിൽ You know how much it accumulates in our lives? അത് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഉള്ളിൽ. The guilt brings us down. ആ കുറ്റം, പാപത്തിന്റെ കുറ്റം നമ്മുടെ ഉള്ളിലെ വളർന്ന് നമ്മളെ ഇങ്ങനെ താഴോട്ട് വലിച്ചുകൊണ്ട് At times we can be bent over because of the guilt of our sin. ചിലപ്പോ ഈ പാപത്തിന്റെ കുറ്റം നമ്മളിൽ വളർന്ന് നമ്മൾ അങ്ങ് കുനിഞ്ഞു പോവും, താഴോട്ട് നമ്മളങ്ങ് പോവും. Christ said about this woman, release this woman because she has been bound for 16 years by the devil. ഒരു കൂനിയായ സ്ത്രീയെ ഈ സാത്താനെ പിടിച്ചു വെച്ചു, ഇത്രയും 12 വർഷം പിടിച്ചു വെച്ചു, പക്ഷേ അവളെ നേരെയാക്കി. My dear friends, the guilt of our sin, once it's gone, only those who have that happen realizes what freedom it brings. ഈ പാപത്തിന്റെ കുറ്റം മാറി കിട്ടുമ്പോഴാണ് ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. I hope and I pray that each one of you have received this from God. ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇതാണ്, ഈ ഒരു പാപക്ഷമ, ആ പാപത്തിന്റെ കുറ്റം അത് മാറിക്കിട്ടി, അത് ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചു. It's a matter of life and death, my dear friends. ഇത് ജീവനും മരണത്തിന്റെയും. How do you know that God has forgiven you? ദൈവം നിങ്ങളെ ക്ഷമിച്ചു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? He has removed the guilt of my sin. അവൻ എൻ്റെ പാപത്തിന്റെ കുറ്റം എടുത്തു മാറ്റി. I feel more light now. അയ്യോ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഭാരം മാറിപ്പോയി. Oh God, I am free, I am free. അത് ലഭിച്ച ആൾക്കാർ ഇങ്ങനെ ദൈവത്തോട് ഉല്ലസിച്ച് പറയും, അയ്യോ ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ സ്വതന്ത്രനായി. Because I knew how much guilt I was carrying. ദൈവമേ, എത്രമാത്രം കുറ്റബോധം എൻ്റെ ഉള്ളില് ഞാൻ എടുത്തുകൊണ്ട് You നടക്കുമായിരുന്നു. not just forgive my sin, you forgave the guilt of my sin. ദൈവമേ, നീ എൻ്റെ പാപം ക്ഷമിച്ചു എന്ന് മാത്രമല്ല, പാപത്തിന്റെ കുറ്റം നീ ക്ഷമിച്ചു. That's why we have to forgive, my dear friends. അതുകൊണ്ടാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ക്ഷമിക്കേണ്ടതായിട്ടുള്ള ആവശ്യം.
whether we are hurt or whether we hurt somebody. നമ്മളെ വേറെ ഒരാളെ ഒരുപക്ഷെ മുറിവേൽപ്പിച്ച് ഉണ്ടായിരിക്കാം. Either we are hurt or we hurt somebody else. ഒന്നെങ്കിൽ നമ്മൾക്ക് മുറിവ് ലഭിച്ചായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരാളെ മുറിവ് ഏൽപ്പിച്ചായിരിക്കും. But this thing is wearing us down, my dear friends. പക്ഷേ ഈ ഒരു കുറ്റബോധം അത് നമ്മളെ താഴോട്ട് പിടിച്ചുകൊണ്ട് പോവാണ്. We have to forgive. അത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചേ മതിയാകൂ. That weight has to be taken away from us. ആ ഭാരം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. Sometimes the one who is carrying the hurt is more downcast than the one who hurt that person. പലപ്പോഴും അല്ലെ ചിലപ്പോഴൊക്കെ ഈ കുഴപ്പം ഉണ്ടാക്കിയവരിലല്ല ഈ കുറ്റബോധം. ഈ വളരെ മുറിവേറ്റ ആൾക്കാരാണ് കൂടുതൽ ആ ഭാരവുമായിട്ട് നടക്കുന്നത്. Oh, God forgives the guilt of our sin. He removes the guilt of our sin. ദൈവം നമ്മളുടെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിക്കുന്നവനാണ്. Only we knew how much freedom it brings. ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ക്ഷമ എത്രമാത്രം സ്വാതന്ത്ര്യം നമ്മൾക്ക് കൊണ്ടുവരുമെന്ന് നമ്മളത് ഒന്ന് അനുഭവിച്ചായിരുന്നെങ്കിൽ. Let's look at the real confession, a real forgiveness from the life of David. ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് നോക്കാം. What an amazing confession from David. ദാവീദ് എത്രമാത്രം നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഏറ്റുപറച്ചിലാണ് അദ്ദേഹത്തിന്റെ. Remember, he confessed only when finally he was confronted, by the way. ഓർത്ത് നോക്കണം, അദ്ദേഹം ഈ ഏറ്റു പറഞ്ഞത് ദൈവം അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് പ്രവാചകനെയൊക്കെ വിട്ട് അത് നേരിട്ട് പറഞ്ഞപ്പോഴാണ്. Before you think highly about David, remember he was brought to his knees by God. ദാവീദ് ഒരു വലിയ ഭയങ്കര മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം തന്നെത്താനെ അല്ല എങ്ങനെ പറഞ്ഞത്. ദൈവം For 12 years he was trying to hide this thing. How do we know? For at least for 12 months. Sorry, 12 years, 12 months. 10 to 12 months, isn't it? കുറേ നാളുകൾ അദ്ദേഹം ഇത് മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറഞ്ഞ പക്ഷം ഒരു 12 മാസമെങ്കിലും. How do we know? അതെങ്ങനെയാണ് നമുക്കറിയാവുന്നത്? Because Bathsheba was carrying the child for 10 months and she gave birth already. ഒരു ബത്ശേബ ഗർഭിണിയായി, പിന്നെ ആ കുട്ടി ജനിച്ചു. Have you look at that picture? Nathan the prophet pointing his finger at David and saying, "You are the one, you are the one." ഒന്ന് രണ്ടാ പ്രവാചകൻ അവിടെ, ഈ പടം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, പക്ഷേ അവിടെ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ മുമ്പിൽ ആദ്യമേ കഥ പറയുന്നു, അത് കഴിഞ്ഞിട്ട് പറയുന്നു, നീയാണ് ആ മനുഷ്യൻ, നീയാണ് ആ മനുഷ്യൻ. But praise God, David confessed, David repented, thoroughly repented. പക്ഷേ ദൈവത്തിന് സ്തുതി, ദാവീദ് യഥാർത്ഥമായിട്ടും അവിടെ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടു. Because he was the most powerful king on earth during that time. He could have easily said, "Take this man away, to cut off his head. Who is he to confront me like this?" ഓർത്ത് നോക്കണം, ദാവീദ് രാജാവായിരുന്നു, ഒത്തിരി അധികാരമുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇതാരെ എന്നെ കുറ്റപ്പെടുത്തുന്നത്, അവനെ എടുത്തോട്ട് അവൻ്റെ തല കണ്ടിച്ചു കളാ എന്ന് വേണമെങ്കിൽ പറയായിരുന്നു ദാവീദിന്. Look at the words of David, my dear friends. Look at the verse. Can you read the first 3 verses, please? 51-ാം സങ്കീർത്തനം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളെ ഒന്ന് വായിച്ചാട്ടെ. What an amazing confession. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. Oh, what words, my dear friends, what words. എന്താണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? Wash me thoroughly from my iniquity, O God. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. For I know my transgressions. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. And my sin is ever before me. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. To confession. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ഏറ്റുപറച്ചില്. So I have a few things that I noted down about David's confession. ഇവിടെ ദാവീദ്
ഏറ്റുപറച്ചില് അല്ലെ കൺഫെസ് അനുദപിക്കുന്നതിനെ പറ്റി ഞാൻ ഇവിടെ കുറച്ച് കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. Number one is this. ആദ്യമായിട്ട് ഉള്ള പോയിന്റ് ഇതാണ്. He was confessing with great feeling. അവൻ വലിയ വികാരത്തോടെയായിരുന്നു ഏറ്റു പറയുന്നത്. He's not blaming anyone or anything. ദാവീദ് ഇവിടെ വേറെ ആരെയും കുറ്റം പറയുന്നില്ല. Why did she have a bath in front of in that outside on the courtyard? She could have had a bath inside. എന്തിനാണ് ബത്ശീബ അങ്ങനെ ആൾക്കാർക്ക് വേണേ കാണാൻ പറ്റുന്ന രീതിയിൽ അവിടെ കുളിച്ചത്? അവർക്ക് അകത്ത് കുളിക്കാൻ വയ്യായിരുന്നോ? Maybe they had no bathroom at that time, isn't it? They all had their bath outside. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പോലെ എല്ലാവർക്കും അകത്തന്ന് ബാത്റൂം ഇല്ലായിരുന്നായിരിക്കും, അതുകൊണ്ടായിരിക്കാം. Why did she come to me when I called her? She could have said she is married. ഞാൻ അവളെ ഇത് വിളിപ്പിച്ചപ്പോൾ അവൾക്ക് വേണേ ഇല്ല ഞാൻ വരത്തില്ല, എനിക്ക് ഓൾറെഡി ഒരു ഭർത്താവ് ഉണ്ടല്ലോ എന്ന് അവൾക്ക് പറയായിരുന്നല്ലോ. No. He didn't say any of that, my dear friends. അദ്ദേഹം അതൊന്നും പറഞ്ഞില്ല. Oh, I know my transgressions. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. My sin is ever before me. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. This is confession, my dear friends, true confession. പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് യഥാർത്ഥമായിട്ടുമുള്ള അനുതാപം. How many of us have done this kind of confession? Let me challenge you this morning. നമ്മൾ എത്ര പേര് ഇങ്ങനെ ദൈവം മുമ്പാകെ അനുതപിച്ചിട്ടുണ്ട്? Have we not sinned? Have we not sinned? നിങ്ങളോ നമ്മളോ പാപം ചെയ്തിട്ടില്ലേ? How many of you can boldly say, I have not sinned in the past 1 year, Pastor? നിങ്ങൾ എത്ര പേർക്ക് ധൈര്യത്തോടെ ഇങ്ങനെ പറയാൻ പറ്റും, കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ പാപം ചെയ്തിട്ടില്ല? Stand up if you can. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്ക് I will sit in your seat and you can come and preach here. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വലിയ മഹാനാണ്, ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം, നിങ്ങളുടെ സീറ്റിലിരിക്കാം. Oh, if only we could learn to confess, my dear friends, properly confess. നമ്മൾ ശരിക്ക് ഒന്ന് ദൈവമുമ്പാകെ അനുദപിച്ചായിരുന്നെങ്കിൽ, ഏറ്റു പറഞ്ഞായിരുന്നെങ്കിൽ. Number 2, രണ്ടാമത്തെ പോയിന്റ്, along with the feelings, there was revelation being given to him at the same time. ദാവീദിന് വികാരത്തോടൊപ്പം, വികാരം മാത്രമല്ലായിരുന്നു, പക്ഷെ അതിനോടൊപ്പം വെളിപാടുകളും അവന് ലഭിക്കുന്നുണ്ടായിരുന്നു. What an amazing thing, isn't it? While he was confessing, God was giving him revelation. ഈ ദാവീദ് അനുദപിച്ച് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ കാണിച്ചു Look at കൊടുത്തു. verse 4, for instance. ആ 4-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. Please keep your mic with you, Anita. We have to read a few നിന്നോട് തന്നെ verses. ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായതുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. Against you only have I sinned, O God. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു ദൈവമേ. But of course, David, you sinned against many people. നമ്മൾ നോക്കിയാൽ ദാവീദ് പലരുടെ എതിരെ പാപം You ചെയ്തില്ലായിരുന്നു. sinned against Uriah, the husband of Bathsheba. ബത്ശീബയുടെ ഭർത്താവായ ഊറിയാവിന്റെ എതിരെ You അദ്ദേഹം പാപം killed ചെയ്തു. him. ആ ദാവീദ് ഊറിയാവിനെ കൊല്ലിപ്പിച്ചു. You committed adultery with Bathsheba. അത് മാത്രമല്ല, അദ്ദേഹം ബത്ശീബയുമായിട്ട് വ്യഭിചാരം ചെയ്തു. Murder, adultery, so many sins if you could have said about David. അങ്ങനെ നോക്കിയാൽ ദാവീദ് പലരുടെ എതിരെ പാപം ചെയ്തിട്ടുണ്ടായിരുന്നു. But he's saying, against you only have I sinned, O God. എന്നാൽ ദാവീദ് അവിടെ പറയുന്നു, ദൈവമേ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. മലയാളത്തിൽ എന്നോട് തന്നെ എന്നുള്ളത് അല്ലേ, എന്നോട് മാത്രം എന്നുള്ള ഇംഗ്ലീഷിൽ against you only. നിന്നോട് തന്നെ. Oh, what is this, my friend? This is revelation. Because he's saying how he has grieved the heart of God. ദാവീദിന് മനസ്സിലായി പലരുടെ എതിരെ പാപം ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ പാപം യഥാർത്ഥമായിട്ടും ദൈവത്തിനെതിരെയായിരുന്നു. If only he knew how much God was pained. അദ്ദേഹത്തിന്റെ പാപം കൊണ്ട് ദൈവത്തിന് എത്ര വിഷമം വന്നു, ദുഃഖം വന്നു എന്ന് അദ്ദേഹത്തിന് Everything else became small when he thought about how God was grieved. ദൈവത്തിന് എത്രമാത്രം ദുഃഖം വന്നു എന്ന് മനസ്സിലായപ്പോൾ ബാക്കി എല്ലാം അതിന്റെ മുമ്പില് മാറിപ്പോയി. Against you only have I sinned, O God. ദൈവമേ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. Look at the next verse.
അടുത്ത വാക്യം നമുക്ക് നോക്കാം. Behold, I was brought forth in iniquity. In sin my mother conceived me. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ Oh, എന്നെ my ഗർഭം mother ധരിച്ചു. gave birth to me in sin. ഓ ദൈവമേ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ I am a ഗർഭം sinner ധരിച്ചു. from birth. ഞാൻ ജന്മനാ പാപിയാണ് ദൈവമേ. You know what we say usually? നമ്മൾ സാധാരണ പറയുന്നത് എന്തോന്നറിയോ? My mother always told me that I was a very good boy when I was a child. ഞാൻ കൊച്ചിലെ വളരെ നല്ലൊരു പയ്യനായിരുന്നു. I was a very nice girl. Everyone looked at me and said, "Oh, what a nice girl you are." ഞാൻ നല്ലൊരു പെൺകുട്ടിയായിരുന്നു. എല്ലാവരും എന്നെ നോക്കി, അയ്യോ എത്ര നല്ലൊരു ആളാണ്. When I became big, I started doing wrong things, Pastor. പക്ഷെ ഞാൻ വലുതായപ്പോഴായി തെറ്റായ കാര്യത്തിലൊക്കെ And that too once in a while only, not very big sins. അതും വലിയ പ്രശ്നത്തിലൊന്നും അല്ല, ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ കാണിക്കുവാൻ. Now I made this mistake. ഞാൻ ഇങ്ങനെ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. Oh yes. ഓ, But I know God knows my heart. പക്ഷെ ദൈവത്തിന് എൻ്റെ ഹൃദയത്തെ അറിയാം. He knows how innocent I am. ഞാൻ എത്രമാത്രം നിരപരാധിയാണ് എന്ന് ദൈവത്തിന് അറിയാം. ഞാൻ ചിരിക്കുക കേട്ടോ, കാരണം എൻ്റെ നിങ്ങൾ മാസ്ക് കാണത്തോണ്ട് ചിരിക്കാത്ത ചിരി കാണുന്നില്ല കേട്ടോ. ഞാൻ ചിരിക്കുക, ഉള്ളിൽ ചിരിക്കുകയാണ്. We find David saying, "In sin my mother conceived me." പക്ഷെ ദാവീദ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ദാവീദ് പറഞ്ഞ, ദൈവമേ ഞാൻ ജനിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു പാപിയാണ്. This is what is called revelation, my dear friends. Against what we think about ourselves, God reveals things to us. പ്രിയമുള്ളവരെ, നമ്മളെപ്പറ്റി എന്തൊക്കെ ചിന്തിക്കാം, പക്ഷെ ദൈവം ചില കാര്യം നമ്മളെക്കുറിച്ച് കാണിക്കുമ്പോഴാണ് അതൊരു വെളിപാടാവുന്നത്. Oh, look at verse 6. 6-ാം വാക്യം നമുക്ക് നോക്കാം. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, Oh God, you desire truth. What an amazing revelation. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. Oh, this is an amazing psalm, my dear friends. ഓ, ഇത് വലിയ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. What is number 3 point? 3-ാമത്തെ പോയിന്റ് ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ? Is clear about the evidence of having received forgiveness. പാപമോചനം ലഭിച്ചു എന്നതിന് വ്യക്തമായ തെളിവ് ദാവീദിനുണ്ട്. Oh, how do we know that, my dear friends? അത് നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നു? See that there are at least 4 times you said the word joy here. Joy. ഇവിടെ ഈ സങ്കീർത്തനത്തില് കുറഞ്ഞ പക്ഷം 4 പ്രാവശ്യം ഇവിടെ സന്തോഷം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. Someone who is living in sin will not have a sense of joy and gladness, my dear friends. നമ്മൾ ഈ പാപത്തിൽ ജീവിക്കുന്ന ആർക്കും ഈ സന്തോഷം എന്നുള്ള കാര്യം വരത്തില്ല. Someone who is living in sin and who has not confessed will always have a heaviness inside. ഈ പാപത്തിൽ ജീവിച്ച് ഈ പാപക്ഷമ ചോദിക്കാതെ ലഭിക്കാതെ നടക്കുന്നവർക്ക് എപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ഭാരം കാണും. ആ ഭാരം അവരെ എപ്പോഴും താഴോട്ട് പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് ഒരു ഉള്ളിലൊരു സന്തോഷം കാണത്തില്ല. How many of you get up in the morning with a song in your heart? നിങ്ങൾ എത്ര പേര് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളില് ഒരു സന്തോഷത്തിന്റെ പാട്ടോടുകൂടി എഴുന്നേൽക്കുന്നു? പറയും, എഴുന്നേറ്റ് പോയല്ലോ കർത്താവേ, ഉറക്കം തീർന്നു പോയല്ലോ, ഓ എഴുന്നേറ്റ് പോയി, രാവിലെ കണ്ടുപോയി ഇല്ലേ, രാവിലെ വന്നില്ലായിരുന്നെങ്കിൽ എന്താ നല്ലതായ അല്ലേ ആയതേനെ. If only I could sleep forever. ദൈവമേ, നിത്യമായിട്ട് ഞാൻ അങ്ങ് ഉറങ്ങിയായിരുന്നെങ്കിൽ, Sleep the sleep of death. മരണത്തിന്റെ ഒരു ഉറക്കം Why ഉറങ്ങിയായിരുന്നു, should I wake up? ഞാൻ എന്തിനാണ് എഴുന്നേൽക്കേണ്ടത്? David says in verse 8, make me to hear joy and gladness, net the bones which you have broken, rejoice. 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. What statements he is making? Let the bones which you have broken rejoice. ഓ, എന്താണ് ഇവിടെ പറയുന്നത്? ഒന്ന് ശ്രദ്ധിക്കണം. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. Because only you can repair the broken bones of God. എന്താണെന്ന് വെച്ചാൽ, ദൈവമേ, നീ ഒടിച്ച അസ്ഥികൾ നിനക്ക് മാത്രമേ അത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. He is clear about the evidence of having received forgiveness. I rejoice, he says, because you have brought joy back to my heart. ഇവിടെ മുന്നോട്ട് പറയുന്നു, നീ എൻ്റെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ടുവന്നു.
ഞാൻ എൻ്റെ പാപം ക്ഷമിച്ചു കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. Oh, my dear friends, how much we need this, how much we need this. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് എത്രമാത്രം ഇങ്ങനെ ഒരു പാപക്ഷമ പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. No, I'm not saying that all of us need to sing and dance and get up in the morning and do all this kind of things. ഞാൻ ചുമ്മാതെ ആരെ കാണിക്കാനായിട്ടോ നമ്മളെ തന്നെ കാണിക്കാനായിട്ടോ ചുമ്മാതെ ഇങ്ങനെ രാവിലെ ഡാൻസ് ചെയ്യണം എന്ന് ഞാൻ പറയുമല്ല. Is it because we have different personalities, isn't it? Some of us have personality where we don't express much joy, isn't it? നമ്മളെല്ലാവരും പല വ്യക്തിത്വങ്ങളാണ്. അപ്പം ചിലർ അവർക്കുള്ളിൽ വലിയ സന്തോഷം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പുറമേ അത്ര കാണിക്കത്തില്ലായിരിക്കും. If your daughter got some big rank in some exam, ഇപ്പോൾ ഒരു മകൾക്ക് അഥവാ നല്ല ഒരു എക്സാമിന് നല്ലൊരു റാങ്ക് കിട്ടിയെന്നിരിക്കും. one father will say, yeah, we did it. അപ്പം ഒരു അപ്പന് ഇങ്ങനെ ഭയങ്കര സന്തോഷം കാണും, ഞങ്ങളൊക്കെ ഇത് ലഭിച്ചു എന്ന് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കും. Another father will say, oh, കിട്ടിയോ ഇല്ലേ, ഓ കൊള്ളാം. വേറൊരു അപ്പന് അത് കേട്ട് ഓ കിട്ടിയോ അല്ലേ, കൊള്ളാം, ഇനി അടുത്ത് എന്തുവാ, ഇനി മുന്നോട്ട് എന്താ പ്ലാൻ? You see, we all have different personalities, isn't it? So I'm not saying we all could express joy so exuberantly. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും ഒരേപോലത്തെ വ്യക്തിത്വമുള്ളവരല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം ഉള്ളിലുള്ളത് പല രീതിയിൽ പലരെ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ സന്തോഷം വേണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനം. If you sing, maybe the dogs will run, so you don't sing too loud sometimes. എല്ലാവരുടെയും പാട്ടങ്ങ് ഒത്തിരി അങ്ങ് ഭയങ്കര നല്ല രീതിയിലുള്ള പാട്ടല്ല, കേൾക്കാൻ സുഖമുള്ളതല്ലായിരിക്കാം. But there is still having a song in the heart. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഒരു പാട്ടുണ്ട്, അതാണ് മെയിൻ കാര്യം. Oh, my dear friends, God wants to give back the joy of our salvation. പ്രിയമുള്ളവരെ, രക്ഷയുടെ സന്തോഷം തിരികെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. That is a very, very precious thing for us. അത് നമ്മളെ സംബന്ധിച്ച് വളരെ വിലയേറിയ കാര്യമാണ്. I was tempted to preach about joy for 3 or 4 messages. That's how important it is. ഈ സന്തോഷം, ആനന്ദത്തെക്കുറിച്ച് 3-4 സന്ദേശങ്ങൾ നിങ്ങളോട് പറയണം എന്ന് വരെ ഞാൻ ചിന്തിച്ചു. അത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന കാര്യം. Number 4 point is this: he is requesting God to take him further on. 4-ാമത്തെ, അതായത് ഈ 51-ാം സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തിൻ്റെ 4-ാമത്തെ പോയിന്റ്, തന്നെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. Oh Lord, I will look at verse 13. Sustain me with a willing spirit. I will teach transgressors your ways. അവിടെ ഈ 13-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, അപ്പോൾ ഞാൻ അതിക്രമക്കാരോടെ നിന്റെ വഴികളെ ഉപദേശിക്കും. Oh Lord, I know you will take me further on. ദാവീദ് പറഞ്ഞത്, ദൈവമേ അങ്ങ് എന്നെ മുന്നോട്ട് നയിക്കുമെന്ന് എനിക്കറിയാം. When you forgive me, you will not just let me be there, you will take me forward, oh God. ദൈവമേ അങ്ങ് എന്നോട് ക്ഷമിക്കുമ്പോൾ അങ്ങനെ ആ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങ് നിർത്തിയിട്ടില്ല, അങ്ങ് എന്നെ അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ. Because you are the God of my salvation. എന്താണെന്ന് വെച്ചാൽ അങ്ങാണ് എന്റെ രക്ഷയുടെ ദൈവം. And you will continue your work in me, oh God. നീ അങ്ങയുടെ ആ പ്രവർത്തനം എൻ്റെ ഉള്ളിൽ തുടർമാനമായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Verse 5 and for 5th point is this: he wants to continue serving God. 5-ാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത്, ദാവീദ് ദൈവത്തെ സേവിക്കുന്നത് തുടരുവാൻ ആഗ്രഹിക്കുന്നു. Oh, my dear friends, a lot of lessons to learn from Psalm 51. 51-ാം സങ്കീർത്തനത്തിൽ നിന്ന് പല പാഠങ്ങളും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. I will close with saying this one thing to you. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. So one of the reasons why forgiveness is not the ultimate thing for us, you know why? ഈ പാപക്ഷമ ലഭിക്കുന്നത് is not the ultimate thing for us. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് ലഭിക്കാവുന്നത് പാപക്ഷമ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. One of the reasons why forgiveness is not so great for us is because we don't realize what the change really happens in our lives. ഈ പാപക്ഷമ നമുക്ക് ദൈവം തരുന്നു, പക്ഷെ അതിൻ്റെ ആ വലിപ്പം, അതെത്രമാത്രം വലിയ കാര്യമാണെന്ന് നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല. You know one of the reasons why? അതെന്തിനാ നമ്മൾ മനസ്സിലാക്കാത്തതെന്ന് അറിയാമോ?
See, because the memories of our sin are not taken away. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ചില ഓർമ്മകൾ അത് ഇപ്പോഴും മാറിപ്പോയിട്ടില്ല. So you know what the danger is? അപ്പോൾ ഇവിടെ അപകടം എന്താണെന്ന് അറിയാമോ? Since the memory is still there in us, ഈ ഓർമ്മകൾ നമ്മുടെ ഇപ്പോഴും ഉള്ളതുകൊണ്ട്, even though we know God has forgiven us, ദൈവം നമ്മളെ ക്ഷമിച്ചു എന്ന് നമുക്ക് അറിയാമെങ്കിലും sometimes we don't forgive ourselves. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ദൈവം നമ്മളെ ക്ഷമിച്ചു, പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ക്ഷമിച്ചില്ല. Oh, that's a very big danger, my dear friends. അത് വലിയൊരു പ്രശ്നമാണ്. Because the memory remains in us, all the sins that we've committed, this is all there in our minds. നമ്മൾ പണ്ടൊക്കെ പാപം ചെയ്തത് അത് നമ്മളെല്ലാം മറന്നു പോയിട്ടില്ല, അത് നമ്മുടെ ഓർമ്മയിലൊക്കെ ഉണ്ട്. So we keep on saying to ourselves, how could God forgive me? How could God forgive me? അപ്പം ചിലര് വർഷങ്ങൾ കഴിഞ്ഞാലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ ഈ ദൈവത്തിന് എങ്ങനെ എന്നെ ക്ഷമിക്കാൻ പറ്റും, എങ്ങനെ, ഞാൻ വളരെ നികൃഷ്ടമായിട്ടുള്ള കാര്യമാണല്ലോ ചെയ്തത്. See, sometimes we are not able to forgive ourselves, my dear friends. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം നമ്മളെ തന്നെ ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നില്ല. You know what's the solution for that? അതിൻ്റെ പരിഹാരം എന്താണെന്നറിയാമോ? We have to come to a place where we are saying it is before God that I need to stand, not even before myself. നമ്മൾ പറയേണ്ടത്, ഞാൻ എൻ്റെ മുമ്പാകെ അല്ല നിൽക്കേണ്ടത്, ഞാൻ ദൈവ മുമ്പാകെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. Because I am made for Him. He knows me more than I know myself. എനിക്ക് എന്നെക്കുറിച്ച് അറിയാവുന്നതിലും കൂടുതൽ ദൈവത്തിന് എന്നെക്കുറിച്ച് അറിയാം. ദൈവമാണല്ലോ എന്നെ സൃഷ്ടിച്ചത്. So when He says come, I cannot say no, I will not come. അതുകൊണ്ട് ആ ദൈവം എന്നോട് വരുവീൻ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. When He says come, enjoy me, He says I cannot enjoy you, oh God, because you are calling me to enjoy you. അപ്പം ദൈവം നമ്മളോട്, മോളെ നീ എൻ്റെ അടുക്കലോട്ട് വാ, നീ എന്നിൽ ഒന്ന് എൻജോയ് ചെയ്യ്, ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ, അയ്യോ ഞാനെങ്ങനെ വരും, ഞാൻ പാപം ചെയ്തു, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ നമ്മളെ അറിയാവുന്നതിനെക്കാട്ടിൽ കൂടുതൽ ദൈവത്തിന് നമ്മളെ അറിയാം. It is before Him we have to stand. നമ്മൾ നിൽക്കേണ്ടത് നമ്മളുടെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിലാണ്. Let's not think too much highly about ourselves. നമ്മളെ പറ്റി ഇത്രങ്ങ് വലുതായിട്ട് Who കണക്കാക്കണ്ട. do you think you are if God says I forgive you? ദൈവം നിങ്ങളെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാല് നിങ്ങൾ ആ ദൈവത്തെക്കാട്ടിലും വലിയവനാണോ? My dear friends, it's a very big thing when God says, son, your sins are forgiven. പ്രിയമുള്ളവരെ, ദൈവം അഥവാ പറയാ, മകനെ മകളെ നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അത് അങ്ങനെ പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. You may say, if I don't forgive, so what? If I don't receive forgiveness, so what? If God doesn't, Both. അഥവാ ദൈവം ക്ഷമിച്ചില്ലെങ്കിൽ അതിനെന്താ പ്രശ്നം? If I don't forgive, so what? ഞാൻ മറ്റുള്ളവരെ ക്ഷമിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? My dear friends, the Bible has very strong words for us. വചനത്തിൽ വളരെ വ്യക്തമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യം പറഞ്ഞിട്ടുണ്ട്. So many connections the Bible has between forgiveness and curse, forgiveness and sickness, forgiveness and torment. All these verses are there in the Bible, my dear friends. ദൈവവചനത്തിലുടനീളം ഈ ക്ഷമിക്കാതിരിക്കുന്നതും ശാപവും, ക്ഷമിക്കാതിരിക്കുന്നതും അസുഖവും, ക്ഷമിക്കാതിരിക്കുന്നതും ഉള്ളിലുള്ള പിരിമുറുക്കങ്ങളും അങ്ങനത്തെ പീഡനങ്ങളും, ഇത് ഇങ്ങനത്തെ പല പല വാക്യങ്ങളും പല പല ഇടത്ത് പരാമർശിച്ചിട്ടുണ്ട്. Oh, you're going to lose a lot if you don't forgive. ക്ഷമിക്കുന്നില്ല എങ്കിൽ ഒത്തിരി കാര്യം നഷ്ടപ്പെടാനായിട്ടുണ്ട്. Not just before God, right now here on earth, my dear friends. അത് അവസാനം നമുക്ക് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി നഷ്ടപ്പെടാനുണ്ട്. Peace of mind, health, everything is promised to those who walk in forgiveness. പാപക്ഷമയിൽ നടക്കുന്ന ആൾക്കാർക്ക് ദൈവം സമാധാനം, ആരോഗ്യം അതെല്ലാം വാഗ്ദാനം ചെയ്യുന്നു. Gladness and joy is our portion, my dear friends. സന്തോഷവും ആനന്ദവും അങ്ങനെയുള്ളവർക്ക് ഉണ്ടായിരിക്കും. I'm not here just to talk about we forgiving each other. നമ്മൾ തമ്മിൽ ക്ഷമിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. I'm here to tell you how great God's forgiveness really is. ഞാൻ ഇവിടെ നിൽക്കുന്നത്
ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാപക്ഷമാത എത്രമാത്രം വലിയ കാര്യമാണെന്ന് നിങ്ങളെ പറയാനായി. Remember, we saw that heading in the first, the workings of God. ഈ സന്ദേശ പരമ്പരയുടെ തലക്കെട്ട് എന്താണ്? ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ. God is doing something, my dear friends. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നു. It is He who begins the good work in us. അവനാണ് നമ്മളുടെ ജീവിതത്തിലെ ഒരു നല്ല പ്രവൃത്തി It is തുടങ്ങുന്നത്. He who takes us forward. അവനാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. During this COVID season, what is God really doing in your life? ഈ കോവിഡ് കാലത്ത് ദൈവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ Is ചെയ്യുന്നത്? God really working in your life? ദൈവം യഥാർത്ഥമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? Don't just tell me what you are doing, tell me what God is doing. നിങ്ങൾ എന്തോ ചെയ്യുന്നു എന്ന് മാത്രം എന്നോട് പറയാതെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? That is what we expect to hear from everyone who is overcoming during this difficult season. ഈ ഒരു കാര്യമാണ് ഈ പ്രത്യേക ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ ഞങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് കേൾക്കാൻ It's ആഗ്രഹിക്കുന്നത്. difficult, my dear friends. It's difficult. Many of us can fall away. ഇത് ഈസിയുള്ള കാര്യമല്ല, പ്രയാസമാണ്. പലർക്കും അവരെ വീണുപോകും. You think without a job it is easy? ജോലിയില്ലാതെ ജീവിക്കുന്നത് ഈസിയാണോ? When your children cry out in hunger and say, I don't have anything to eat, you think it's easy? ജോലിയില്ലാതെ കുട്ടികൾ നിലവിളിക്കുന്നു, അയ്യോ ഞങ്ങൾക്കൊന്നും കഴിക്കാനില്ല, ഈസിയാണോ? There's a time when devil can come through someone like Job's wife and say, curse God and die. പണ്ട് ഇയ്യോബിന്റെ ഭാര്യയിൽ കൂടി ഇയ്യോബിന്റെ അടുക്കലേക്ക് സാത്താൻ വന്നതുപോലെ ഒരാൾ നമ്മളോട് വന്ന് പറയും, നീ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നീ ദൈവത്തെ ശപിച്ച് പിന്നെ നീയും മരിക്കും. You talk much about God, look at you. ദൈവത്തെ കുറിച്ച് ഇത്ര വലിയ പറയുന്നു, നിന്റെ അവസ്ഥ കണ്ടില്ലേ? You can't even breathe properly, you're having COVID. നിനക്ക് വേണ്ട കോവിഡ് വന്ന് ശരിക്കും ശ്വാസം പോലും എടുക്കാൻ വയ്യ. And you say you have a God who heals you. എന്നിട്ട് നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം ഉണ്ടെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. My dear friends, we have to say, this is what God is doing in my life, whether it is COVID or not, I don't care. God is doing something much more bigger in my life. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കണം, ഇനി കോവിഡ് ആയാലും കൊള്ളാം, വേറെ കാലമായാലും കൊള്ളാം, ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. And I thank God that this COVID season opened my eyes to see these things. ഈ കോവിഡ് കാലത്ത് ഈ കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറന്നതിനായിട്ട് നന്ദി പറയുന്നു. Because I was taking God for granted. എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ദൈവം ഇങ്ങനെയൊക്കെയാ എന്നുള്ളൊരു സാമട്ടിൽ ഞാൻ I thought നടക്കുമായിരുന്നു. I could manage by my own ability. ഞാൻ വിചാരിച്ചു എൻ്റെ സ്വന്തം ശക്തിയാൽ എനിക്ക് ജീവിക്കാൻ സാധിക്കും. Can we pray, please? നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Remember all our dear ones who are watching us online. യൂട്യൂബ് വഴി നമ്മളെ കാണുന്ന എല്ലാവരെയും ഓർക്കുന്നു. Pray that you would be blessed even as you have the working of God in your life. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളും അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകും എന്ന് ആശിക്കുന്നു. You may be far away from fellowshipping with others. ഒരുപക്ഷേ മറ്റുള്ളവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കാം. But God is your strength. പക്ഷേ ദൈവം നിങ്ങളുടെ ആ ബലമാണ്. He is the one who is going to keep you. അവനാണ് നിങ്ങളെ കാക്കുവാൻ He പോകുന്നത്. will make you run in high places. അവനാണ് നിങ്ങളെ ഉയരങ്ങളിൽ നടക്കുവാൻ ബലപ്പെടുത്താൻ പോകുന്നത്. He is the God of our salvation. അവനാണ് നമ്മളുടെ രക്ഷയുടെ ദൈവം. Father, we cry out to you this morning time. പിതാവേ, ഇന്ന് രാവിലെ സമയത്ത് ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കുന്നു. If only we could see how great this forgiveness really is. ദൈവമേ, അങ്ങ് നൽകിയ ആ പാപക്ഷമ എത്രമാത്രം വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലായിരുന്നെങ്കിൽ. Oh God, how many times we have not even thought much about it. ദൈവമേ, ഞങ്ങൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചിട്ട് പോലുമില്ല. It is that single word that has opened out heaven to us. ദൈവമേ, ആ ഒരു കാര്യമാണല്ലോ
സ്വർഗം തന്നെ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നത്. Jesus, യേശുവേ, you had authority on earth to forgive sins. ഈ ഭൂമിയിലെ പാപങ്ങൾ ക്ഷമിക്കുവാൻ യേശുവേ മനുഷ്യപുത്ര അങ്ങേക്ക് അധികാരം Because ഉണ്ടായിരുന്നു. you paid a high price for it, oh God, Jesus. എന്താണെന്ന് വെച്ചാൽ പാപം ക്ഷമിക്കാനായിട്ട് അങ്ങ് വലിയ ഒരു വില കൊടുത്തല്ലോ. Oh, we boast in your work, oh Lord Jesus. കർത്താവായ യേശുവേ, അങ്ങയുടെ ആ പ്രവൃത്തിയിൽ ഞങ്ങൾ പ്രശംസിക്കുന്നു. We want to rejoice in what you have done and what you continue to do in our lives. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതും തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങളെ സന്തോഷിക്കുന്നു. We want to walk cleansed, oh God, as we heard from the worship leader this morning. We want to walk cleansed before you, oh God. കർത്താവേ, ഇന്ന് രാവിലെ ആരാധനയിൽ നയിച്ച ലീഡർ ഞങ്ങളോട് പറഞ്ഞതുപോലെ കർത്താവേ, അങ്ങയുടെ ആ കഴികളിൽ ഞങ്ങൾ അങ്ങയോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. There's nothing greater than walking in freedom. സ്വാതന്ത്ര്യത്തിൽ നടക്കുന്നതിനേക്കാട്ടിലും അപ്പുറം വേറെ ഒരു കാര്യമില്ലല്ലോ. Oh God, cleanse our hearts, we pray thee. Remove the guilt of our sin, oh God. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം കഴുകണമേ, ഞങ്ങളുടെ പാപത്തിന്റെ കുറ്റം അങ്ങ് മാറ്റണമേ. Give us a sense of how you want to bless us. അങ്ങ് എത്രമാത്രം ഞങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ ഒരു കർത്താവ് ഒരു ബോധം ഞങ്ങൾക്ക് തരണമേ. Thank you, Lord. നന്ദി കർത്താവേ, Because you loved us before we loved you. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നതിനൊക്കെ മുമ്പ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ. Continue your work in our lives, oh God. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകണമേ. May your workings continue on. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പ്രവർത്തനങ്ങൾ അത് തുടരട്ടെ. Give you glory and praise. അങ്ങേ ഞങ്ങളെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. Thank you for all that you're doing in us. അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനായിട്ടും നന്ദി പറയുന്നു. Jesus' precious name we pray. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ Amen. ആമേൻ.